സംസ്ഥാനത്ത് 6 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിലേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സനിസ, ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ അതീവ ശക്തമായി തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അടുത്ത 3 മണിക്കൂർ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് 3 മണിക്കൂറിലേക്ക്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയും ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇന്നത്തെ ഒരു ദിനാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ എല്ലാ ജില്ലകളിലും ഈ ദിവസം മുഴുവൻ ഓറഞ്ച് അലേർട്ട് നൽകിയ ഒരു സാഹചര്യമാണ്. എന്നാൽ നൗകാസ്റ്റിൽ വിവിധ സമയങ്ങളിലായിട്ട് മണിക്കൂറുകൾ ഇടവിട്ട് അതിതീവ്ര മഴയും പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഇന്നലേക്ക് സമാനമായി ഇന്നും കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെയാണ് കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത്. പല ജില്ലകളിലും ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും അടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമാണ്. ഇന്നലത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഇതോടുകൂടി തന്നെ മഴക്കെടുതിയിൽ 6 ജീവനുകൾ പൊലിഞ്ഞ സാഹചര്യമാണ്. 1000-ൽ മുകളിൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. 172 വീടുകൾ ഭാഗികമായി തകർന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിനിടയിൽ തിരുവനന്തപുരത്ത് ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. ജില്ലയിൽ ഇന്ന് മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. ഇടത്തരം നേരിയ മഴയാണ് തുടരുന്നത്. ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. മലയാറ്റ മേഖലയിലൊക്കെ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട്. മഴ മാറി നിൽക്കുമ്പോഴും തീരത്ത് ആശങ്ക ഒഴിയാത്ത ഒരു സാഹചര്യമാണ്. കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 4 മത്സ്യത്തൊഴിലാളികളെയാണ് വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലുമായിട്ട് കാണാതായിട്ടുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഗൗതം. ശരി, സനിസയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നും ശക്തമായ രീതിയിൽ മഴ തുടരും. കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് സനിസ നൽകുന്ന കാലാവസ്ഥാ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്.